ഗുഡ് മോർണിംഗ്. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഏവരും നോക്കിക്കണ്ട ഒരു ഇവൻ്റായിരുന്നു ജാക്സൺ ഹോളിലെ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ച്. അതിൽ എക്കണോമിക്ക് ആവശ്യമായിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് നൽകുന്നത്. അതിൻ്റെ ബേസിൽ തന്നെ ഇന്ന് ഗ്ലോബൽ എക്കണോമിയിലെല്ലാം തന്നെ ഒരു ഉണർവ് കാണുന്നുണ്ട്. ഇന്നലെ US മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. ഡൗ ജോൺസ് അതിൻ്റെ റെക്കോർഡ് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ S&P 500 1.5%, നാസ്ഡാക്ക് 1.8% ഹയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ നിലനിർത്തിക്കൊണ്ട് അത്ര ഗെയിൻ ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി ഏകദേശം 0.5%-ലധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ എല്ലാ ഇൻഡേഴ്സസിലും ഒരു നല്ല മൂവ്മെൻറ്റ്, നല്ലൊരു റാലി തന്നെയാണ് കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചൈനീസ് മാർക്കറ്റുകളാണ്. ചൈനീസിൻ്റെ ഷാങ്ഹായ് ഇൻഡെക്സ് ഏകദേശം 1.8%, അതോടൊപ്പം തന്നെ ഹാങ്സെങ് ഏകദേശം 2% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ ഇൻഡേഴ്സസുകളെല്ലാം തന്നെ, പ്രധാന ഏഷ്യൻ ഇൻഡേഴ്സസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ അപ്സൈഡ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു അല്പം പുറകോട്ട് നിൽക്കുന്നത് നിക്കി മാത്രമാണ്. ഓൾമോസ്റ്റ് 0.2% മാത്രമാണ് ഇന്ന് നിക്കി മൂവ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 72 പോയിൻറ്റ്സ് ഇന്ന് അപ്പായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 0.2% ആണ് ഒരു നേട്ടം കാണിക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ നമുക്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട മറ്റ് ഇവൻറ്റുകൾ നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോൾ ചെറിയൊരു അപ്സൈഡ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ അറ്റാക്ക് ചെയ്തതായിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. റഷ്യയുടെ എനർജി സൈറ്റുകളിലേക്കാണ് അറ്റാക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസസിൻ്റെ ഒരു അപ്സൈഡ് ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഡോളറിലൊരു കറക്ഷനും കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഒരു 25 ബേസിസ് പോയിൻറ്റിൻ്റെയൊക്കെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നൊരു സൂചന വന്നപ്പോൾ അത് ഡോളറിനെ കുറച്ച് തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച ഒരു ദിവസം ഹോളിഡേ ആണ്. അപ്പോൾ ബാക്കി 4 ദിവസങ്ങളിൽ വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആഴ്ചയാണ് വരുന്നത്. കാരണം IIP ഡാറ്റയുണ്ട്, നമുക്ക് GDP ഡാറ്റയുണ്ട്, അതോടൊപ്പം തന്നെ F&O എക്സ്പയറി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മാർക്കറ്റിനെ വോളറ്റൈലായിട്ട് നിലനിർത്താനുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് നഷ്ടത്തിലായിരുന്നെങ്കിലും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി മാർക്കറ്റ് ആരംഭിക്കും. തുടർന്നുള്ള നേട്ടങ്ങൾ നമുക്ക് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സിൻ്റെയൊക്കെ പരമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.